രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു രാജ രവിവർമ്മ. രാജ രവിവർമ്മയുടെ നിരവധി ചിത്രങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വെച്ച് അദ്ദേഹം വരച്ചവ. കിളിമാനൂർ രാജ രവിവർമ്മ സാംസ്കാരിക നിലയത്തിലെ ആർട്ട് ഗ്യാലറിയിലാണ് അദ്ദേഹത്തിൻ്റെ അപൂർവമായ നിരവധി ചിത്രങ്ങളുള്ളത്. താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്ന ഈ ആർട്ട് ഗ്യാലറി അധികം വൈകാതെ തന്നെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ ചിത്രകലയെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വിഖ്യാത ചിത്രകാരൻ രാജ രവിവർമ്മയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കിളിമാനൂർ രാജ രവിവർമ്മ സ്മാരക സാംസ്കാരിക നിലയത്തിലുള്ള ആർട്ട് ഗ്യാലറിയിലുണ്ട്. വർണ്ണക്കൂട്ടുകൾ സജീവമാവുന്നതിനു മുൻപ് തന്നെ സ്വന്തമായി നിർമ്മിച്ച നിറക്കൂട്ടുകൾ ഉപയോഗിച്ചായിരുന്നു രാജ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അത്തരം ചിത്രങ്ങളിൽ പലതും കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. ശകുന്തള, ശകുന്തളയും സഖിമാരും, ഹംസദമയന്തി, ദ്രൗപദിയും സിംഹികയും, ദക്ഷിണേന്ത്യൻ നാടോടികൾ തുടങ്ങി രാജ രവിവർമ്മ ജീവൻ നൽകിയ പ്രസിദ്ധമായ എണ്ണച്ചായ ചിത്രങ്ങൾ, പെൻസിൽ സ്കെച്ചുകൾ എന്നിവയും ഇവിടെയുണ്ട്. യഥാർത്ഥ ചിത്രങ്ങളും ചിലതിന്റെ പകർപ്പും ഗ്യാലറിയിലുണ്ട്. മാത്രമല്ല, കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നുള്ള മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്കും ചിത്രകലയോട് ആഭിമുഖ്യം പുലർത്തുന്നവർക്കും പ്രിയപ്പെട്ട ഇടമായി മാറി കിളിമാനൂരിലെ രാജ രവിവർമ്മ സാംസ്കാരിക നിലയം. കിളിമാനൂർ കൊട്ടാരത്തിന്റെ സ്ഥലമായിരുന്നു ഇപ്പോൾ സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന ഇടം. പൂരാടം തിരുനാൾ കൊച്ചോമന തമ്പുരാട്ടി രാജ രവിവർമ്മയ്ക്ക് സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി 1960 കാലഘട്ടത്തിൽ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയായിരുന്നു. എന്നാൽ സ്ഥലം കൈമാറിയതിനു ശേഷവും ആ ഭൂമി കാട് പിടിച്ചു തന്നെ കിടന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ആർട്ട് ഗ്യാലറി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത്. അതിനുശേഷവും നിരവധി കാരണങ്ങളാലും അറ്റകുറ്റപ്പണികൾ നടത്താനുമായും അടച്ചിട്ടിരുന്ന ആർട്ട് ഗ്യാലറി ഇപ്പോൾ വീണ്ടും ഒരു നവീകരണത്തിന്റെ പാതയിലാണ്. രാജ രവിവർമ്മ സ്മാരക നിലയം അത് വല്ലാത്തൊരു ശോച്യാവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പം അത് നമ്മുടെയൊക്കെ ഒരു പ്രതിഷേധം, കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ പ്രതിഷേധം, അതുപോലെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിഷേധം, കലാകാരന്മാരെ രവിവർമ്മയെ സ്നേഹിക്കുന്നവരുടെ പ്രതിഷേധം, അതുപോലെ മുൻ ലളിതകല അക്കാദമിയുടെ തന്നെ മുൻ ഭാരവാഹികളുടെയും ഒക്കെ. ഇതിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. ഇത് എന്താ പറയുക, ഒരു വലിയ കലാകാരന് വേണ്ടിയിട്ട് കിളിമാനൂർ കൊട്ടാരം കൈമാറിയ ഒരു സ്ഥലത്ത് നിർമ്മിച്ച സ്മാരക നിലയം, അത് അവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനായ ആർട്ട് ഗാലറി, അതിൻ്റെ ഒരു ശോച്യാവസ്ഥ. പക്ഷേ അതിനൊക്കെ ഈ ഇത്തരം പ്രതികരണങ്ങൾ കൊണ്ടും ജനങ്ങളുടെയും ഒക്കെ തന്നെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി മൂലം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സന്തോഷമുണ്ട്, അവിടെ വർക്ക് നടക്കുന്നു. പുതിയ നല്ല രീതിയിൽ ആ സ്മാരക നിലയം നിലനിൽക്കണമെന്ന് തന്നെയാണ് കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ആഗ്രഹം. അത് എന്നും രവിവർമ്മയ്ക്കുള്ള ഒരു വലിയ സ്മാരകമായിട്ട് ഞങ്ങളുടെ പൂർവികർ കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നും കൈമാറിയ ആ സ്ഥലത്ത് അതങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. വരയിലൂടെ വിരിഞ്ഞ ഇവിടുത്തെ രാജകലയ്ക്ക് ആസ്വാദകർ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ദിക്കുകളിൽ നിന്നും ചിത്രകലയെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കൂടാതെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ രവിവർമ്മ ആർട്ടിസ്റ്റ് റെസിഡൻസി കേന്ദ്രത്തിൽ ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 20 വരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചിത്രകാരന്മാർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കി ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാരമ്പര്യ ചിത്രകലാ രീതികളിൽ നിന്നും ആധുനിക ചിത്രകലാ സാധ്യതകളിലേക്ക് ചിത്രകാരന്മാർക്ക് വഴിയൊരുക്കിയ രാജ രവിവർമ്മയുടെ കലാജീവിതത്തെ അടുത്തറിയാനും ഈ അവസരം വഴിയൊരുക്കും. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.